Hello, welcome to Sense of School of Life Sciences. Today we shall discuss about endocrine system, part 1. The physiological functions in our body is coordinated and regulated jointly by neural and endocrine systems. All our bodily activities are coordinated and integrated by both nervous and endocrine system, isn't it? Endocrine glands are ductless glands which secrete hormones. Most of the hormones are released into the blood, with the few exceptions like local hormones. Example, gastrin, secretin, prostaglandins, etc. Local hormones and secretion ബ്ലഡിലേക്കല്ല പോകുന്നത്, മറിച്ച് ഫോർ എക്സാമ്പിൾ gastrin, it is released in the stomach. There itself starts its action. Okay, most hormones fall into three chemical classes, from which it is derived. These are steroid hormones, amine hormones, and peptide hormones. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് steroid hormones, amine hormones, peptide hormones എന്ന്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. See, steroid hormones, example, aldosterone, androgens, calcitriol, calcitonin alla, calcitriol, then corticosterone, cortisol, estrogen, progesterone, etc. Then amine hormones, epinephrine, norepinephrine, dopamine, melatonin, histamine, serotonin, thyroxine, etc. ഇതെല്ലാം അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോണാണ്. പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് അത് മൂന്ന് തരത്തിലുണ്ട്: ഒളിഗോപെപ്റ്റൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ്, ഗ്ലൈക്കോപ്രോട്ടീൻസ്. നമുക്ക് പൊതുവെ ഒളിഗോപെപ്റ്റൈഡ്സും പോളിപെപ്റ്റൈഡ്സും ചില പേസ് ടെസ്റ്റുകൾ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതായത് എത്ര അമിനോ ആസിഡ് ഉണ്ട്, എത്ര വരെ അമിനോ ആസിഡ് വരാം ഏതെങ്കിലും ഇതിലുള്ള തന്നതിന് ശേഷം. അപൂർവം ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് പഠിക്കുന്നതന്നെ നല്ലത്. ഒളിഗോപെപ്റ്റൈഡ്സ്, അത് രണ്ടും എന്തിൽ വരാം? പെപ്റ്റൈഡ് ഹോർമോൺസിൽ വരാം. എന്നാലും രണ്ടും എത്ര അമിനോ ആസിഡ് എന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒളിഗോപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് 3 to 10 അമിനോ ആസിഡ്സ് ആണ്. അത് ആൻജിയോടെൻസിൻ 2, ആന്റിഡയററ്റിക് ഹോർമോൺ, ഹോൾസിസ്റ്റോക്കിനിൻ, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഓക്സിറ്റോസിൻ, തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ദെൻ ഈ റിലീസിംഗ് ഹോർമോൺസ് എവിടെയാണെന്നും അതുപോലെ ഈ ട്രോഫിക് ഹോർമോൺസ് ഏതൊക്കെയാണെന്നും എല്ലാം നമ്മൾ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് അത് ക്ലാസിഫിക്കേഷൻ മാത്രം. പോളിപെപ്റ്റൈഡ്സ് ആയിട്ടുള്ള മോർ ദാൻ 10 അമിനോ ആസിഡ്സ് ആണ്. ACTH, ഏട്രിയൽ നാട്രിയൂറിക് ഹോർമോൺ, കാൽസിറ്റോണിൻ, കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. എന്നാൽ അതുപോലെ ഗാസ്ട്രിൻ, ഗ്രലിൻ, ഗ്ലൂക്കാഗോൺ, ഗ്രോത്ത് ഹോർമോൺ, GHRH, ഹെപ്സിഡിൻ, ഇൻസുലിൻ, ലെപ്റ്റിൻ, പാൻക്രിയാറ്റിക്, പോളിപെപ്റ്റൈഡ്, പാരാതൈറോയ്ഡ് ഹോർമോൺ, പ്രോലാക്റ്റിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, തൈമിക് ഹോർമോൺസ്, തൈമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതെല്ലാം പോളിപെപ്റ്റൈഡ് ഹോർമോണിൽ വരും. ഗ്ലൈക്കോപ്രോട്ടീൻ കാറ്റഗറിയിൽ വരുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ളത്. എറിത്രോപോയറ്റിൻ, FSH, ഇൻഹിബിൻ, ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ, TSH, അതായത് അത് മറ്റേ തൈറോട്രോപ്പിൻ അല്ലേ. ഇപ്പൊ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വിൽ സ്റ്റിമുലേറ്റ് തൈറോയ്ഡ് ഗ്ലാൻഡ് ടു സെക്രേറ്റ് തൈറോക്സിൻ അല്ലേ. അതന്നെ നമുക്കറിയാം. ഇതെല്ലാം പറഞ്ഞല്ലോ, ഓരോ ഗ്ലാൻഡിനെ കുറിച്ച് മറ്റേ സെക്രീഷൻ വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കും. ഒരു ഓവറോൾ ഐഡിയ അബൌട്ട് ദ ഹോർമോൺസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പൊ കാൽസിട്രയോൾ, ഇപ്പൊ അപൂർവം ചില ഹോർമോണുകളെ കുറിച്ച് പ്രത്യേകം ഓർത്തിരിക്കുകയാണ്. കാൽസിട്രയോൾ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് പലരും കേൾക്കാത്തതാണ് ചിലരെങ്കിലും. അതെന്ന് പറയുന്നത് ഈ ഫോം ഓഫ് ദ ഹോർമോണലി ആക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ D ആണ്. അത് ഈ കാൽഷ്യം റെഗുലേറ്റിംഗ് ഹോർമോണാണ്.
പിന്നെ അതുപോലെ ഇവിടെ വരുന്ന ചില ഹോർമോൺസ് ഞാൻ എടുത്തു പറയുന്നത് അപൂർവം ചിലര് വലുതായിട്ട് കേൾക്കാത്ത ചിലതുണ്ട്. അതെല്ലാം PSCയിൽ ചോദിക്കുന്നതാണ് കൂടുതൽ. ഏതും ചോദിക്കാം. പക്ഷെ ഇവിടെ ഇതാ പോളിപെപ്റ്റൈഡ് ഹോർമോൺ, അതായത് പെപ്റ്റൈഡ് ഹോർമോണില് ഗ്രലിൻ അറിയാമല്ലോ എന്താണ്, ദാറ്റ് ഈസ് ഇൻക്രീസ് അപ്പറ്റൈറ്റ് ഫ്രം സിസ്റ്റമിൽ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ എന്താണ് ഈ ലെപ്റ്റിൻ, അത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതാണ് ഡിക്രീസ് അപ്പറ്റൈറ്റ് ഫ്രം. പിന്നെ അതുപോലെ അപൂർവം ചിലത് ഹെപ്സിഡിൻ, ഇതെല്ലാം മൊത്തം നമ്മുടെ നോട്ടിലെല്ലാം മറ്റേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം ക്ലാസിഫിക്കേഷൻ ഓരോ ക്ലാസ്സിൽ ഏതൊക്കെയാണ് വരുന്നത് മനസ്സിലാക്കും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു അമൈൻ ഹോർമോൺസ് എന്ന് പറയുന്നത് ദേ ആർ സിന്തസൈസ്ഡ് ഫ്രം അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു. അതിൽ പ്രത്യേകിച്ച് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമൈൻ, അത് കാറ്റക്കോലാമൈൻ കാറ്റഗറിയിലാണ്. എന്താണ് ഈ കാറ്റക്കോലാമൈൻസ് എന്ന് ചോദിച്ചാൽ ഈ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമൈൻ ഇതിലെല്ലാം they have a catechol moiety derived from tyrosine. നമുക്കറിയാം ടൈറോസിൽ നിന്നുമാണല്ലോ ഇത് വരുന്നത്, സിന്തസിസ് ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. ഇതെല്ലാം നമ്മൾ ഫിനൈൽ അല്ലാനും ടൈറോസിൻ മെറ്റബോളിസം എല്ലാം പഠിക്കുമ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. ഗൈറോഡിന്റെ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമിനോ ആസിഡ് അതിൽ നിന്ന് സിന്തസൈസ് ചെയ്യുമെന്ന് നമ്മളിവിടെ പഠിക്കും അല്ലേ. അപ്പോൾ മെലാറ്റോണിൻ എന്ന് പറയുന്ന ട്രിപ്റ്റോഫാനിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഹിസ്റ്റമിൻ, പേര് കേൾക്കുന്ന പോലെ തന്നെ ഹിസ്റ്റഡിൻ എന്നാണ്. സെററ്റോണിൻ എന്ന് പറയുമ്പോൾ അത് മെലാറ്റോണിൻ ഡിറൈവ്ഡ് ഫ്രം സെററ്റോണിൻ ആണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ മെലറ്റോണിൻ എന്താണ് ഡെറൈവ്ഡ് ഫ്രം സെററ്റോണിൻ. അപ്പോൾ രണ്ടും ഇപ്പോൾ ട്രിപ്റ്റോഫാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ തൈറോക്സിൻ, പിന്നെ അതും ടൈറോസിൽ നിന്ന് കിട്ടുന്നതാണ് തൈറോക്സിൻ. ഇത് T3, T4 രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് നമ്മൾ പഠിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓവറായിട്ട് മനസ്സിലാക്കി, ചിലത് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഇതിന് മെക്കാനിസം നോക്കാം. മെക്കാനിസത്തെ ബേസ് ചെയ്തിട്ട് മെക്കാനിസം ഓഫ് action of both the lipid soluble and hydrophilic hormones are different ആണ്. അപ്പോൾ മെക്കാനിസം പഠിക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞുവെങ്കിലും മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സ്റ്റീറോയിഡ് ഹോർമോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ രീതിയിൽ അത് പഠിക്കുന്ന എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ പെപ്റ്റൈഡ് ആൻഡ് അമൈൻ ഹോർമോൺസ് വിച്ച് ആർ ഹൈഡ്രോഫിലിക് cannot penetrate the target cell, so they bind to cell surface receptors which are linked to second messenger system on the other side of the plasma membrane. So in the mechanism of action of hydrophilic hormones there is the involvement of second messenger. ഞാൻ ഡയഗ്രാം കാണിച്ചത്. ഓക്കെ. അപ്പോൾ മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ നമുക്ക് ഹൈഡ്രോഫിലിക് ഹോർമോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, പിന്നെ ലിപ്പിഡ് സോൾബിൾ ആയിട്ടുള്ള സ്റ്റീറോയിഡ് ഹോർമോൺസ് പോലുള്ളത് എങ്ങനെ വർക്ക് ചെയ്യും, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും മോഡ് ഓഫ് ആക്ഷൻ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ പെപ്റ്റൈഡ് ആൻഡ് അമൈൻ ഹോർമോൺസ് വിച്ച് ആർ ഹൈഡ്രോഫിലിക് അല്ലെ, ഹൈഡ്രോഫിലിക് ഹോർമോൺസ് കനോട്ട് പെനിട്രേറ്റ് ദ ടാർഗറ്റ് സെൽ. ഇതാണ് ഒരു ടാർഗറ്റ് സെൽ എങ്കിൽ ഈ പെപ്റ്റൈഡ് ഹോർമോണിനൊന്നും ഇവിടെ ഈ മെമ്പറൈനിലൂടെ അകത്തങ്ങ് കയറാൻ പറ്റത്തില്ല. ഇത് സ്റ്റീറോയിഡ് ഹോർമോണിന്റെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റീറോയിഡ് ഹോർമോണിനാകുമ്പോൾ ഇത് ഇവിടെ പ്ലാസ്മ മെമ്പറൈനിലൂടെ അവിടെ റിസപ്റ്റർ ഒന്നും വേണ്ട, അകത്തങ്ങ് കയറും. അപ്പൊ പെപ്റ്റൈഡ് നേരെ മറിച്ച് ഇതിനൊക്കെ ആണെങ്കിൽ എപ്പിനെഫ്രിൻ, അത് നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ ആണല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, അതിനെ അകത്ത് കയറാൻ നേരിട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. അതിൽ മെമ്പറൈൻ ബൗണ്ട് റിസപ്റ്റർ വേണം. കണ്ടോ, GPCR എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് അല്ലാതെ വേറൊരു വീഡിയോയിൽ നമ്മൾ എടുക്കും. അത് ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക. ഇവിടെ നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഈ ഹോർമോൺസിന് മെമ്പറൈൻ ബൗണ്ട് റിസപ്റ്റർ ഉണ്ട്. അതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. So in the mechanism of action of hydrophilic hormones there is the involvement of second messenger system. അതായത് ഇവിടെ cyclic AMP
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സൈക്ലിക് AMP ആണ് അതിന്റെ റെസ്പോൺസ് കൊടുക്കുന്നത്. ഇത് ഹൈഡ്രോഫിലിക് ഹോർമോൺസ്. നമുക്ക് ഇവിടെ ലിപ്പിഡ് സോളുബിൾ ഹോർമോൺസ് ഇൻക്ലൂഡിങ് സ്റ്റീറോയിഡ് ഹോർമോൺസ് ആൻഡ് തൈറോയിഡ് ഹോർമോൺസ്. ശ്രദ്ധിക്കണം, സ്റ്റീറോയിഡ് ഹോർമോൺസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാം. നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള തൈറോക്സിനും ഏതാണ്ട് ഫങ്ഷൻ ചെയ്യുന്നത് സ്റ്റീറോയിഡ് ഹോർമോൺ പോലെയാണ്. എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ എന്താണ്, അത് ശരിക്കും ലിപ്പിഡ് ഇവിടെ സ്റ്റീറോയിഡ് ഹോർമോൺ അല്ലെങ്കിലും അതിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ മെംബ്രെയിനിലൂടെ പാസ് ചെയ്ത് അകത്ത് പോകാൻ പറ്റും. അതിനും എന്ത് വേണ്ട, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ വേണ്ട. അപ്പോൾ സ്റ്റീറോയിഡ് ഹോർമോൺസും തൈറോക്സിനും എന്ത് വേണ്ട, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ വേണ്ട. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത് രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഇവിടെ ഹൈഡ്രോഫിലിക് ഹോർമോൺസ് വേറൊരു പ്രത്യേകത. ഇതിന് നോക്കാം, ക്വിക്ക് ആക്ടിങ് ഹോർമോൺസ്. പിന്നെ റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഓൺ ദ സർഫേസ് ഓഫ് ദ പ്ലാസ്മ ഞാൻ പറഞ്ഞു. ഇറ്റ് ഇൻവോൾവ്സ് സെക്കൻഡ് മെസഞ്ചർ സിസ്റ്റം. പെപ്റ്റൈഡ് ഹോർമോൺ ആൻഡ് നോൺ സ്റ്റീറോയിഡ് ഹോർമോൺസ് എല്ലാം ഇതിന് ഉദാഹരണമാണ്. ലിപ്പിഡ് സോളുബിൾ ഹോർമോൺസിനാണ്. സ്ലോ ആക്ടിങ് ഹോർമോൺസ് ആണ്. റിസപ്റ്റേഴ്സ് ഇൻട്രാസെല്ലുലാർ ആണ്, സെല്ലിനകത്താണ്. ദെൻ സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ട്. പിന്നെ ഉണ്ട് T3 T4 എന്താണ്, തൈറോക്സിൻ രൂപത്തിലാണല്ലോ സെക്രേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ എടുക്കുമ്പോൾ തൈറോക്സിന്റെ കാര്യം പറയാം. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുക. ലിപ്പിഡ് സോളുബിൾ ഹോർമോൺസ് ഇൻക്ലൂഡിങ് സ്റ്റീറോയിഡ് ഹോർമോൺസ് ആൻഡ് തൈറോയിഡ് ഹോർമോൺസ് ബൈൻഡ് ടു ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ഓഫ് ടാർഗറ്റ് സെൽസ് ബട്ട് നോട്ട് ടു ദ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഞാൻ പറഞ്ഞു. യൂഷ്വലി സ്റ്റീറോയിഡ് ഹോർമോൺസ് വിൽ ഹാവ് സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സ്റ്റീറോയിഡ് ഹോർമോണിനും തൈറോക്സിനും ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആണ് ഉള്ളത്. അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഇല്ല. പക്ഷേ സ്റ്റീറോയിഡ് ഹോർമോണും തൈറോക്സിനും തമ്മിലുള്ള ഒരു വ്യത്യാസം, സ്റ്റീറോയിഡ് ഹോർമോണിന് സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ ആണ് ഉള്ളത്. ഇവിടെ നോക്കിയത് സ്റ്റീറോയിഡ് ഹോർമോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അത് സൈറ്റോപ്ലാസത്തിൽ ഒരു റിസപ്റ്റർ തന്നെ റിസീവ് ചെയ്താണ് DNA-യിലുമായിട്ട് DNA അടുത്ത് വരുന്നത്. കാരണം സ്റ്റീറോയിഡ് ഹോർമോണിന്റെയും തൈറോക്സിന്റെയും പ്രവർത്തനം എന്താണ്, DNA വഴിയാണ്. അപ്പൊ DNA-യുമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് അതിലൊന്ന് mRNA ഉണ്ടാകും, അതിന് റെസ്പോണ്ടിങ് പ്രോട്ടീൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സ്റ്റീറോയിഡ് ഹോർമോൺ എന്താണ് സൈറ്റോപ്ലാസ്മ റിസപ്റ്റർ. നേരെ മറിച്ച് തൈറോക്സിന് ന്യൂക്ലിയർ റിസപ്റ്റർ ആണുള്ളത്. അപ്പോൾ രണ്ടിനും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ആണ്, സ്റ്റീറോയിഡ് ഹോർമോണും തൈറോക്സിനും ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആണുള്ളത്. എന്നാൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഇല്ല. രണ്ടും എങ്ങനെ ഡിഫർ ചെയ്യുന്നു? സ്റ്റീറോയിഡ് ഹോർമോണിന് സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ ആണുള്ളത്, അല്ലെ, ഇതാ സൈറ്റോപ്ലാസം. എന്നാൽ തൈറോക്സിൻ ആണെങ്കിൽ അതോടെ കാണിച്ചിട്ടില്ല, മനസ്സിലാക്കണം. അത് പിന്നെ ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് ന്യൂക്ലിയസിനകത്ത് വരുമ്പോൾ ഒരു റിസപ്റ്റർ വന്ന് റിസീവ് ചെയ്തിട്ടാണ് DNA-യുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. മനസ്സിലായി അല്ലേ? Then ഇനി as mentioned above earlier, peptide and amine hormones which are hydrophilic works through second messenger system. അത് സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം വഴിയാണ് ഏതെല്ലാം പെപ്റ്റൈഡ് ആൻഡ് അമൈൻ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ദാറ്റ് യൂസ് ഡിഫറെന്റ് ഹോർമോൺസ് ആർ സൈക്ലിക് AMP, GMP. ഞാൻ കാണിച്ചുതരാം. സൈക്ലിക് AMP വളരെ ഫെമിലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, സെക്കൻഡ് മെസ്സഞ്ചർ. പിന്നെ സൈക്ലിക് GMP ഉണ്ട്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എട്രിയൽ നാട്രിയൂറിക് ഹോർമോൺ, നൈട്രിക് ഓക്സൈഡ് ഒക്കെയാണ്. ഇപ്പോൾ നൈട്രിക് ഓക്സൈഡ് ഇത് ഹോർമോൺ പോലെ വർക്ക് ചെയ്യുന്ന കാര്യമെല്ലാം നമുക്ക് എന്തിൽ പറയും, GPCR-ഉം ബാങ്ക് പാത്വേയും പ്രത്യേകം നമ്മൾ പഠിക്കും. അത് ഹോർമോണൽ ആക്ഷനും ആവശ്യമാണ്, സെൽ സിഗ്നലിംഗിലും ആവശ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പിന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ കാൽഷ്യം, അതുപോലെ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, അതും സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. 4 എണ്ണം ചിലപ്പോൾ തന്നതിന് ശേഷം ഏതാണ് സെക്കൻഡ് മെസ്സഞ്ചർ അല്ല എന്ന് ചോദിക്കും. അതുപോലെ പ്രോട്ടീൻ കൈനേസ് ആക്ടിവിറ്റി, ഇൻസുലിൻ പോലുള്ള ഹോർമോണിന് ഏതാണ്, അത് സെക്കൻഡ് അതല്ല, അവിടെ സെക്കൻഡ് മെസ്സഞ്ചർ എന്നുള്ളതല്ല, അവിടെ ആക്ച്വലി അതിന്റെ റിസപ്റ്ററിൽ വരുന്നത് എന്താണ്, പ്രോട്ടീൻ കൈനേസ്
ആയിട്ടുള്ള ഒരു പ്രൊട്ടീൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി ഇത് മെമ്പറൈൻ ബൗണ്ട് റിസപ്റ്ററിന്റെ കാര്യം പറഞ്ഞാൽ ഏതിനാണ്? പെപ്റ്റൈഡ് ആൻഡ് അമൈൻ ഹോർമോൺസ് വിച്ച് ആർ ഹൈഡ്രോഫിലിക്. അതിന് പ്ലാസ്മ മെമ്പറൈനിലൂടെ പോകാൻ പറ്റില്ല, അത് പറ്റാൻ പറ്റില്ല. അതുകൊണ്ട് they use the membrane bound receptor. Okay. ഇനി ഇവിടെ ഞാൻ ഈ കാണിച്ച ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മൾട്ടിപ്പിൾ ഹോർമോൺസ് യൂട്ടിലൈസ് ദ സെയിം സെക്കൻഡ് മെസ്സഞ്ചർ. ഓക്കെ, മൾട്ടിപ്പിൾ ഹോർമോൺ എപ്പിനെഫ്രിൻ, നോറെപ്രിൻ, ഗ്ലൂക്കോൺ എക്സെട്ര, മൾട്ടിപ്പിൾ ഹോർമോൺസ് യൂട്ടിലൈസ് ദ സെയിം സെക്കൻഡ് മെസ്സഞ്ചർ. ഓക്കെ, ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തരും, തന്നിട്ട് ചോദിക്കും. ദെൻ അതുപോലെ ബട്ട് എ സിംഗിൾ ഹോർമോൺ ക്യാൻ യൂട്ടിലൈസ് മോർ ദാൻ വൺ സിസ്റ്റം. ഇവിടെ എപ്പിനെഫ്രിൻ അത് എടുക്കാം. ഇവിടെ ഇതാ എപ്പിനെഫ്രിൻ, അതെന്താണ്? ഇറ്റ് യൂസ് സൈക്ലിക് AMP സിസ്റ്റം. ഇവിടെ നോക്കാം, എപ്പിനെഫ്രിൻ ഇവിടെയും വരുന്നുണ്ട് എപ്പിനെഫ്രിൻ. അപ്പോൾ ദാറ്റ് ക്യാൻ യൂട്ടിലൈസ് ദ കാൽഷ്യം ഓർ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ആസ് സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം. ഓക്കെ, അപ്പൊ അതാണ് മൾട്ടിപ്പിൾ ഹോർമോൺസ് യൂട്ടിലൈസ് ദ സെയിം സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം, ബട്ട് എ സിംഗിൾ ഹോർമോൺ ക്യാൻ യൂട്ടിലൈസ് more than one in the system. Okay. If you like this video, please subscribe, share and like. Thank you.